ഗൈസ്, നമ്മളപ്പോ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? യെസ്, സാലഡ് ഉണ്ടാക്കാൻ നോക്കിയാലോ. കുക്കുംബർ എന്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാട്ടെ. ഇതേമാതിരി തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. കാവു അവിടെ കട്ട് ചെയ്യാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാവു അവിടെ ഉണ്ടോ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് തന്നെ കുക്കുംബർ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അത് കാവു കട്ട് ചെയ്യണ എങ്ങനെയാണെന്ന് എനിക്കറിയുന്നത്. ഇതേമാതിരി കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നെക്സ്റ്റ് നമുക്കിനി വേണ്ടത് സബോള. കാവു സബോളയൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. സബോളയുടെ തൊലി കളയണം. തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അത് മുറിക്കുന്നത്. കാവു എക്സ്പേർട്ട് ആയിട്ട് തൊലി. ഇതാണ് എന്റെ ചേട്ടൻ കേട്ടോ. കുക്കുംബർ വെറുതെ എടുത്ത് കഴിക്കണു. അപ്പൊ സബോള ഇനി കട്ട് ചെയ്ത് ആ കുക്കുംബർക്ക് നമുക്ക് ഇടാട്ടോ. കാവു സബോളൊക്കെ കട്ട് ചെയ്ത് കുക്കുംബർക്ക് ഇടും. അപ്പൊ ഗായ്സ് ഇനി നമുക്ക് നാരങ്ങ പിഴിയണം കേട്ടോ ഇതിലേക്ക്. അപ്പൊ കാവു സ്പീഡിലൊക്കെ നാരങ്ങ പിഴിഞ്ഞിടുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോട്ടോ. അഞ്ജലിക്ക് നമ്മൾ നാരങ്ങ നീര് വെച്ച് കൊടുക്കും. അവൾ എക്സ്പ്രഷൻ ഇല്ലാണ്ടത് കഴിക്കാൻ നോക്കാം. അങ്ങനെ നോക്ക്. എനിക്ക് എക്സ്പ്രഷൻ വരുന്നേ അതൊന്നും വേണ്ട. അവൾക്ക് എക്സ്പ്രഷൻ ഇടാ. ഇങ്ങനെ പറ്റണല്ലേ? നിന്റെ അമ്മി എന്തോ അതിന്റെ ഇടയിൽ കണ്ണമ്മ ഉപ്പിട്ടു കേട്ടോ. നമുക്ക് മിക്സ് ചെയ്യാം. അപ്പൊ ഗായ്സ് നമുക്ക് ഇനി മുളക് ഇടാട്ടോ. ഒട്ടും സമയമില്ല, അവരവിടെ തിരക്കടിക്കാണ് കേട്ടത്. കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകണം. അതന്നെ, പെട്ടെന്നായിരിക്കണം. നല്ല എരിവുള്ള മുളക്. അവരെരിഞ്ഞ് ചാവും. ചിലപ്പോ നല്ല എരിവുണ്ടാവും മുളകിന്. കാവു നമുക്കൊരു ചലഞ്ച് കൂടി ഇതാലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ചലഞ്ച് കൂടി ചെയ്യാന്ന്. കാവു പറഞ്ഞു വേണ്ടാന്ന്. അതുകൊണ്ട് ഞാനും മുളക് വെച്ചിട്ടാണ് ചലഞ്ച്. അപ്പൊ സാധനം ശരിയായി. ഇനി അച്ഛനെ കൊണ്ട് ടേസ്റ്റ് ആക്കാൻ കൊടുക്കാം. ഇനി അച്ഛന് കൊണ്ട് കൊടുക്കാം. എങ്ങനെയുണ്ട്? അച്ഛൻ പറഞ്ഞ സൂപ്പർ. അഞ്ഞ് കഴിച്ചു നോക്കാൻ വേണ്ടി പോവാണ് കേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്.